പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ ദിവസം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ വിശുദ്ധ ദിവസത്തിലും എന്നെ ശ്രവിക്കുന്ന എല്ലാ പ്രിയ ദൈവമക്കൾക്കും യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനങ്ങൾ. അതേ പ്രിയമുള്ളവരെ, ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി പരിശുദ്ധാത്മാവ് ഉണർത്തിയ ഒരു വേദഭാഗം വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 4-ാം വചനം. അല്ല, ദൈവത്തിൻ്റെ ദയ നിന്നെ മാനസാന്തരത്തിലേക്ക് നടത്തുന്നു എന്ന് അറിയാതെ നീ അവൻ്റെ ദയ, ക്ഷമ, ദീർഘക്ഷാന്തി എന്നിവയുടെ ഐശ്വര്യം നിരസിക്കുന്നുവോ? റോമൻസ് ചാപ്റ്റർ 2:4. Or do you show contempt for the riches of his kindness, forbearance and patience, not realizing that God's kindness is intended to lead you to repentance? ഈ ലേഖൻ അപ്പോസ്തലനായ പൗലോസ് എഴുതുന്നത് ആർക്കാണെന്ന് 1-ാം അധ്യായം അതിൻ്റെ 3-ാം വചനത്തിൽ നമുക്ക് വായിക്കുവാനിടയായിത്തീരുന്നു. പൗലോസ് റോമയിൽ ദൈവത്തിന് പ്രിയരും വിളിക്കപ്പെട്ട വിശുദ്ധന്മാരുമായ എല്ലാവർക്കും എഴുതുന്നത്. സ്തോത്രം. അപ്പോൾ ദൈവത്തിൻ്റെ പ്രിയ മക്കളും വിളിക്കപ്പെട്ട വിശുദ്ധന്മാരുമായിരിക്കുന്ന റോമയിലുള്ള സകല വിശുദ്ധന്മാർക്കും അപ്പോസ്തലനായ പൗലോസ് ലേഖനം എഴുതുമ്പോൾ അവരോട് ദൈവത്തിൻ്റെ ദയയെക്കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് വെളിപ്പെടുത്തുന്നു. ദൈവത്തിൻ്റെ ദയ നമ്മോടുള്ള ദൈവത്തിൻ്റെ ദയ വലിയതാകുന്നു. അതുകൊണ്ടാണ് നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത് തന്നെ യഹോവയുടെ ദയയാലാകുന്നു. സ്തോത്രം. നമ്മോടുള്ള യഹോവയുടെ കരുണ തീർന്നു പോയിട്ടില്ല. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ യഹോവയുടെ ദയ തൻ്റെ ഭക്തന്മാരോട് വലിയതായിരിക്കുന്നു എന്ന് സങ്കീർത്തന പുസ്തകങ്ങളിൽ നമുക്ക് വായിക്കുവാനിടയായിത്തീരുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ ദയക്ക് ഇത്രയും മഹത്വമുണ്ട്, പ്രത്യേകതകളുണ്ട്. സ്തോത്രം. എന്നാൽ അതേസമയം ദൈവത്തിൻ്റെ ദയ നമ്മെ മാനസാന്തരത്തിലേക്ക് നടത്തുന്നു എന്നതും നാം തിരിച്ചറിയണം. സ്തോത്രം. നാം ചെയ്യുന്ന ഓരോ പാപങ്ങളും നമ്മുടെ അതിക്രമങ്ങളും നമ്മുടെ സ്തോത്രം വാക്കിൽ, പ്രവൃത്തിയിൽ, സംസാരങ്ങൾ, ഇടപെടലുകൾ, നോട്ടത്തിൽ, കൊടുക്കൽ, വാങ്ങൽ, എല്ലാ കാര്യങ്ങളിലും പലപ്പോഴും നാം കുറവുള്ളവരാണ്. നാം തെറ്റിപ്പോകാറുണ്ട്. സ്തോത്രം. നമുക്ക് വീഴ്ച ഭവിക്കാറുണ്ട്. സ്തോത്രം. എന്നാൽ നാം നിലനിൽക്കുന്നത്, നാം ഇന്നും ഈ രക്ഷയിൽ, ഈ കൃപയിൽ നിലനിൽക്കുന്നത് തന്നെ ദൈവത്തിൻ്റെ ദയയാലാകുന്നു. സ്തോത്രം. ഈ ദൈവത്തിൻ്റെ ദയ നമ്മെ മാനസാന്തരത്തിലേക്ക് നടത്തുന്നു. നാം എന്തുകൊണ്ടാണ് നശിച്ചു പോകാതിരിക്കുന്നത്? നാം എന്തുകൊണ്ടാണ് തകർന്നു പോകാത്തത്? നാം എന്തുകൊണ്ടാണ് ദൈവം നമ്മെ സൂക്ഷിക്കാതെ, നമ്മെ ദീർഘക്ഷമയോടെ നമ്മെ കാത്തു സൂക്ഷിച്ച് ഇന്നും നമ്മെ വഴി നടത്തുന്നത്? ദൈവത്തിൻ്റെ ദയ നമ്മെ ചൊരിയുന്നത് നാം മാനസാന്തരപ്പെടേണ്ടതിനാകുന്നു. ദൈവത്തിൻ്റെ ദയ നമ്മെ മാനസാന്തരത്തിലേക്ക് നടത്തുന്നു എന്നത് നാം തിരിച്ചറിയാതെ ദൈവത്തിൻ്റെ ദയ, ക്ഷമ, ദീർഘക്ഷാന്തി എന്നിവയുടെ ഐശ്വര്യത്തെ നാം നിരസിക്കുവാൻ പാടില്ല. സ്തോത്രം. സ്തോത്രം. ഈ വചനം കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരും ഇത് സംസാരിക്കുന്ന ഞാനും കേൾക്കുന്ന നാം ഓരോരുത്തരും പരിശുദ്ധാത്മാവാം ദൈവം ഇന്ന് പകൽക്കാലം നമ്മോട് ഇടപെടുന്നു. ദൈവത്തിൻ്റെ ദയ നമ്മെ മാനസാന്തരത്തിലേക്ക് നടത്തുന്നു. അനുനിമിഷം, ഓരോ നിമിഷവും നാം മാനസാന്തരപ്പെടണമെന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. സ്തോത്രം. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുവാൻ കാരണം? അതിൻ്റെ 2-3 വചനങ്ങളിൽ വായിക്കുന്നു. സ്തോത്രം. സ്തോത്രം. ആ വക പ്രവർത്തിക്കുന്നവരെ വിധിക്കുകയും അത് തന്നെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന മനുഷ്യ, നീ ദൈവത്തിൻ്റെ വിധിയിൽ നിന്ന് തെറ്റി ഒഴിയുമെന്ന് നനയ്ക്കുന്നുവോ? സ്തോത്രം. പലപ്പോഴും നാം മറ്റുള്ളവരെ വിധിക്കുന്നവരാണ്. സ്തോത്രം. മറ്റുള്ളവരെ വിധിക്കുമ്പോൾ നമുക്കൊരു സന്തോഷം, നാം അങ്ങനെയുള്ളവരല്ല, നാം അതുപോലെയുള്ളവരല്ല എന്ന ഒരു ചിന്തയോടെ, ബോധ്യത്തോടെ നാം മറ്റുള്ളവരെ വിധിക്കാറുണ്ട്. എന്നാൽ പലപ്പോഴും വിധിക്കുന്ന നാം തന്നെ അത് തന്നെ ചെയ്യാറുമുണ്ട്. അതുകൊണ്ട് പരിശുദ്ധാത്മാവിനാൽ അപ്പോസ്തലനായ പൗലോസ് ലേഖനം എഴുതുമ്പോൾ പറയുന്നു, അങ്ങനെ വിധിക്കുകയും അത് തന്നെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന മനുഷ്യ, നീ ദൈവത്തിൻ്റെ വിധിയിൽ നിന്ന് തെറ്റി ഒഴിയുമെന്ന് നനയ്ക്കുന്നുവോ? നമ്മെ എല്ലാവരെയും വിധിക്കുന്ന ഒരു ന്യായവിധി ദിവസമുണ്ട്. സ്തോത്രം. നീതിയുള്ള ന്യായാധിപതിയായി കർത്താവായ യേശു ക്രിസ്തു സിംഹാസനത്തിലിരുന്ന് ഭൂമിയെ ന്യായം വിധിക്കും. അന്ന് ആർക്കും തെറ്റി ഒഴിയുവാൻ കഴിയുകയില്ല. ആയതിനാൽ ആ വിധിക്കുന്ന സമയം കൊണ്ട് സ്തോത്രം, ദൈവത്തിൻ്റെ ദയ, നമ്മോടുള്ള ദൈവത്തിൻ്റെ ദയ വലിയതാകുന്നു. അതുകൊണ്ടാണ് നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത്. സ്തോത്രം. നാം ഇനിയും മാനസാന്തരപ്പെടണം. അതുകൊണ്ട് ദൈവത്തിൻ്റെ ക്ഷമ, ദീർഘക്ഷാന്തി, സ്തോത്രം,
ഹല്ലേലൂയ, ദയ എന്നിവയുടെ ഐശ്വര്യത്തെ നിരസിക്കുവാൻ പാടില്ല. സ്തോത്രം. അത് തന്നെയാണ് അപ്പോസ്തലനായ പത്രോസും തൻ്റെ ലേഖനത്തിലും പറയുന്നത്. അപ്പോസ്തലനായ പത്രോസ് എഴുതിയ 2-ാം ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 9-ാം വചനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: ചിലർ താമസമെന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേയുള്ളൂ. അതെ, അപ്പോസ്തലനായ പൗലോസും അപ്പോസ്തലനായ പത്രോസും ഒരേ കാര്യം തന്നെ ഇവിടെ രേഖപ്പെടുത്തുന്നു. നാം മാനസാന്തരപ്പെടുവാൻ കർത്താവ് നമ്മോട് ദീർഘക്ഷമ കാണിക്കുന്നു. സ്തോത്രം. ഇവിടെയും ഈ ലേഖനം എഴുതുന്നതും ആമേൻ 1-ാം അധ്യായം അതിൻ്റെ 1-ാം വചനത്തിൽ വായിക്കുന്നു: യേശു ക്രിസ്തുവിൻ്റെ നീതിയാൽ ആമേൻ സ്തോത്രം വിലയേറിയ വിശ്വാസം ലഭിച്ചവർക്ക് എഴുതുന്നത്. ആമേൻ. അപ്പോൾ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരും നാം മനസ്സിലാക്കണം, കർത്താവ് തൻ്റെ വരവ് ആമേൻ സ്തോത്രം 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 ഹല്ലേലൂയ താമസമെന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തൻ്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. പല പ്രവചനങ്ങളും നിവൃത്തിയാകണം. ആമേൻ. ലോകത്തിൻ്റെ സുവിശേഷം ലോകമെങ്ങും പ്രസംഗിക്കപ്പെടണം. ആമേൻ. അതൊക്കെ സംഭവിക്കുമ്പോൾ അവസാനം വരും. ഒക്കെ ശരിയാണ്. പക്ഷേ ഒന്നാമതായി ആമേൻ സ്തോത്രം ഇവിടെ വായിക്കുന്നു: ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നു. ആമേൻ. അന്നത്തെ വിലയേറിയ വിശ്വാസം പ്രാപിച്ചവർക്ക് മാത്രമല്ല, ഇന്ന് ഈ വചനം കേൾക്കുന്ന അവൻ ഇത് ശ്രവിക്കുന്ന നമ്മോട് ദൈവം ദീർഘക്ഷമ കാണിക്കുന്നത് കൊണ്ടാണ് കർത്താവ് തൻ്റെ വരവിനെ താമസിപ്പിക്കുന്നത്. നാം എല്ലാവരും ഇനിയും മാനസാന്തരപ്പെടണം എന്ന് വെച്ച് ആയതിനാൽ ഈ നാളുകളിൽ പരിശുദ്ധാത്മാവാം ദൈവം നമ്മോട് വ്യക്തമായി ഇടപെടുന്നു. ആമേൻ. ദൈവത്തിൻ്റെ ദയ നമ്മെ മാനസാന്തരത്തിലേക്ക് നടത്തുന്നു എന്ന് നാം തിരിച്ചറിഞ്ഞുകൊണ്ട് ഓരോ നാളും ആമേൻ ഏതിലൊക്കെ നമുക്ക് വീഴ്ച സംഭവിച്ചു, ഏതിൽ നിന്നൊക്കെ നാം തിരിയണം, ഏതിൽ നിന്നൊക്കെ നാം വീണ്ടും ആദ്യത്തെ പ്രവൃത്തി ചെയ്യണം എന്നൊക്കെ നാം തന്നെ മനസ്സിലാക്കി ദൈവത്തിൻ്റെ ദയയെ നിരസിക്കാതെ, ദൈവത്തിൻ്റെ ക്ഷമയെ നിരസിക്കാതെ, ആമേ സ്തോത്രം ദൈവത്തിൻ്റെ ദീർഘക്ഷമയെ നിരസിക്കാതെ ഓരോ നാളും മാനസാന്തരപ്പെടുവാൻ നമ്മെ തന്നെ ദൈവകരങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുമെങ്കിൽ ആമേ സ്തോത്രം മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ച്ചാൽ, നല്ല ഫലം കായ്ക്കുന്ന വൃക്ഷമായി നാം മാറിയാൽ ആമേ നിശ്ചയമായി പിതാവായ ദൈവം നമ്മെ ആദരിക്കും. സ്തോത്രം. സ്വർഗരാജ്യത്തിൽ ധാരാളം പ്രതിഫലം നമുക്ക് ലഭിക്കുവാൻ ഇടയായി തീരും. സ്തോത്രം. കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുക, എല്ലാവരും മാനസാന്തരപ്പെടണം. അതാകുന്നു സുവിശേഷം. സ്തോത്രം. ഈ നാളുകളിൽ അവൻ ഈ വചനപ്രകാരം അമ്മേ നമ്മെ തന്നെ ദൈവകരങ്ങൾ ഏൽപ്പിച്ചു കൊടുത്ത് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ വിശുദ്ധ ദിവസത്തിലും അങ്ങ് ഞങ്ങൾക്ക് നൽകിയ ആലോചനയ്ക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, അതേ ഭൂമിയിലുള്ള സകല മനുഷ്യരെയും ന്യായം വിധിക്കുന്ന അപ്പാ ഒരു നീതിയുള്ള ന്യായാധിപതി, അപ്പാ ന്യായവിധി ദിവസത്തിങ്ങൾ എഴുന്നേൽക്കുമെന്ന് ഞങ്ങൾ അറിയുന്നു കർത്താവേ. യേശുവേ, പക്ഷപാതം കൂടാതെ മുഖഭിക്ഷമില്ലാതെ ന്യായം വിധിക്കുന്ന ദൈവം ആയതിനാൽ പ്രവാസകാലം ഭയത്തോടെ കഴിക്കുവാൻ മറ്റുള്ളവരെ വിധിക്കുന്നവരായ അല്ല കർത്താവേ. ഓരോ നാളും ദൈവത്തിൻ്റെ ദയ നമ്മെ മാനസാന്തരത്തിലേക്ക് നടത്തുന്നു എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് കർത്താവെ, ഞങ്ങൾ മാനസാന്തരപ്പെടുവാൻ ഇച്ഛിച്ചിട്ട് ആരും നശിച്ചു പോകരുതെന്ന് വെച്ച് അങ്ങയുടെ വരവ് താമസിക്കുന്നു കർത്താവെ. ഞങ്ങളോട് അങ്ങ് ദീർഘക്ഷമ കാണിക്കുന്നുവല്ലോ പാ. അങ്ങയുടെ സ്നേഹത്തിനായി കർത്താവെ, അങ്ങയുടെ ദയക്കായി നന്ദിയോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഏതിൽ വീണിരിക്കുന്നു എന്നോർത്ത്, ഏതിൽ വീഴ്ച സംഭവിച്ചു എന്നോർത്ത്, എവിടേക്ക് മാനസാന്തരപ്പെടണമെന്ന് ഞങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് അപ്പാ അങ്ങയുടെ ഹിതമനുസരിച്ച് അങ്ങയുടെ ഇഷ്ടപ്രകാരം ജീവിക്കാൻ വീണ്ടും ഞങ്ങളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്നു കർത്താവെ. അനുദിനം മാനസാന്തരപ്പെട്ട ഒരു വിശുദ്ധ ജീവിതം നയിക്കുവാൻ കർത്താവ് ഞങ്ങളെല്ലാവരെയും സഹായിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. പരിശുദ്ധാത്മാവാം ദൈവം കൂടെ ഇരുന്ന് ഞങ്ങളെ നയിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു, സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. May God bless you all.